بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഈ സൂറത്ത് വീണ്ടും ഒരു ഹബീബിന്റെയും ഒരു മഹബൂബിന്റെയും ഇടയിലുള്ള ആ പ്രത്യേകമായ ബന്ധത്തെ കുറിച്ച് ഓതിത്തരുന്ന ഒരു സൂറത്താണ്. അതിന്റെ തൊട്ടുമുമ്പുള്ള സൂറത്ത് തബ്ബത്തിയദാമീനാണ്. അതിന്റെ തുടക്കത്തിൽ പുല്ലില്ല. സൂറത്തുൽ ഇഖ്ലാസിന്റെ തുടക്കത്തിൽ പുല്ലാണ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പുള്ള സൂറത്ത് നാം ചർച്ചയിലും ഹബീബായ തങ്ങളെ കുറിച്ച് അബൂലഹബ് ആക്ഷേപിച്ചു. ഹബീബായ തങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോ നേരിട്ട് അല്ലാഹു തആല അവരിലേക്ക് അതിന്റെ വിമർശനങ്ങൾ അറിയിച്ചതാണ്. എന്റെ ഹബീബിനെ തൊട്ട് കളിച്ചാൽ ഞാൻ വിടൂല, എന്റെ ഹബീബിനെ തൊട്ട് കളിച്ചാൽ ഞാൻ വിടൂല. ഇതാ തബ്ബത്തിയദാബില. ഇപ്പോ ഖുൽ എന്ന തുടക്കത്തിൽ ഓ നബിയെ നിങ്ങൾ പറയുന്നു. ഇതെന്തിനാ ഇറങ്ങിയത്? അള്ളാഹുവിനെ തൊട്ട് കളിച്ചപ്പോൾ ഇറങ്ങിയതാണ്. പടച്ചവൻ മണ്ണുകൊണ്ട് പടച്ചതാ, അല്ല സ്വർണം കൊണ്ട് പടക്കപ്പെട്ടവനാ, അല്ലെങ്കിൽ മരം കൊണ്ട് പടക്കപ്പെട്ടവനാണോ എന്ന് ശത്രുക്കൾ വന്ന് ഹബീബായ തങ്ങളോട് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തി ചോദിച്ചപ്പോൾ അള്ളാഹ് പറയാ, ഇതാ എന്നെ തൊട്ട് കളിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം, നിങ്ങൾ അക്കാര്യത്തിൽ ഇടപെടണം. അപ്പോ ഹബീബായ തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് വിമർശനങ്ങൾ പറയുമ്പോ നബി തങ്ങളിലൂടെ അള്ളാഹു താല പറഞ്ഞു കൊടുക്കുകയാണ്, പുൽ ഓ നബിയെ നിങ്ങൾ പറയൂ. നിങ്ങൾ ചോദിച്ചതല്ലേ അള്ളാഹ് ആരാണ്, അള്ളാഹ് എന്താണ്? ഇതാണ് ഈ സൂറത്ത് നമുക്ക് നൽകുന്നതാണ്. മാത്രമല്ല മഹാന്മാരായ മുസ്ലിങ്ങൾ പറഞ്ഞു, ഈ സൂറത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്ന മറ്റൊരു പാഠം, നേരിട്ട് ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഇറങ്ങിയാൽ അയാൾ വഴിമുട്ടി പോകുന്ന അള്ളാഹുവിനേക്കാൾ എത്തിപ്പെടാൻ കഴിയൂല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇടയിൽ നമുക്കത് പഠിപ്പിച്ചു തരുന്ന ഒരാളാണ്. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സഹീഹുൽ ബുഖാരിയിലുള്ള ഒരു ഹദീസാണ്. ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ഒരു സംഘം ആളുകൾ മദീനയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരാണ്. വന്നിട്ട് അവർ ഹബീബായ തങ്ങളോട് ചോദിക്കാൻ, നബിയെ മദീനയിലേക്ക് അപ്പോ ഇടയ്ക്കിടെ വരാൻ നമുക്ക് പ്രയാസം, കാരണം ഞമ്മ വരുന്ന വഴിയിൽ ഒരുപാട് കൊള്ളക്കാരുണ്ട്, നമ്മളെ ആക്രമിക്കാനുള്ള ആളുകൾ, അതുപോലെ മൃഗങ്ങളുടെ ശല്യങ്ങളാണ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ് നമുക്കിതാ ഈ വന്ന ഈ സമയത്ത് നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകൾ, ഒരുപാട് ഉപദേശങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണേ നബിയെ എന്ന് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ഒരു സംഘം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പോ ഹബീബായ തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹദ, അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹദ. ഓ അനുയായികളെ, അല്ലാഹുവിനെ കൊണ്ട് അല്ലാഹ് ഒരുത്തനാണ്, അല്ലാഹ് ഒരുവനാണ് എന്ന് വിശ്വസിക്കാതെ പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അല്ലാഹ് ഒരുവനല്ലേ, ഒരുവനായ അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചപ്പോ അവർ തിരിച്ചു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. നബിയെ നമുക്കറിയില്ല, നബിയെ അറിയുന്നവൻ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു. എന്താ മറുപടി അറിയോ? أن تشهدوا أن لا إله إلا الله وأن محمدا رسول الله. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മറ്റൊന്നുമല്ല, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അള്ളാഹു ഒരുവനാണ് എന്ന് നിങ്ങളുടെ കൽബുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. അത് മാത്രം ഉണ്ടായാൽ പോരാ. അള്ളാഹ് മാത്രം ഒരുവനാണ് എന്ന് വിശ്വസിച്ചാൽ പോരാ, അതോടൊപ്പം അത് പൂർത്തിയാകണമെങ്കിൽ ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, ഹബീബാണ് എന്നും നിങ്ങൾ വിശ്വസിക്കണം. ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാനിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്? റസൂലുള്ളാഹി തങ്ങൾ എന്തൊക്കെ ഇവിടെ പഠിപ്പിച്ചോ പറഞ്ഞോ അത് മുഴുവനും തൊണ്ട തട്ടാതെ വിടുങ്ങല ഈമാൻ എന്ന് പറയുന്നത്. എനിക്ക് ചോദ്യം ചെയ്യാനുണ്ട്, എന്ത് റസൂലുള്ളാഹി പറഞ്ഞു? റസൂൽ എങ്ങനെ പറഞ്ഞു? കാരണം റസൂലുള്ളാഹി സ്വന്തമായിട്ടൊന്നും പറയൂലല്ലോ. റസൂലുള്ളാഹി പറഞ്ഞത് മുഴുവനും അല്ലാഹുവിൽ നിന്ന് ഏറ്റെടുത്ത് പറഞ്ഞതാണ്. അവർ ആ റസൂൽ എന്ന് പറഞ്ഞത് ശാസ്ത്രത്തിന് വിരുദ്ധമാകുന്നുണ്ടല്ലോ, അത് നമ്മുടെ ബുദ്ധിക്ക് ഒക്കുന്നില്ലല്ലോ എന്ന് പറയാൻ ഈമാനോട് ആർക്കും പറയാൻ പറ്റൂല. ഈമാൻ എന്ന് പറഞ്ഞ എങ്ങനെയാ? റസൂൽ എന്ത് പറഞ്ഞോ, എന്ത് കാണിച്ചോ, എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞോ തൊണ്ട് തട്ടാനും ഇങ്ങനെ അതങ്ങനെ അപ്പടി വിശ്വസിക്കല. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ അല്ലാഹുവിലേക്ക് ഒരാൾ എത്തിപ്പെടണമെങ്കിൽ സ്വന്തമായിട്ട് എത്തിപ്പെടാൻ കഴിയൂല. എന്ന് നമുക്കറിയാം. ഒരുപാട് ആളുകൾ മറ്റു മതക്കാർ സന്യാസികൾ എന്ന് പറയും. അവർ അമ്പലത്തിൽ പോകൂല, അവർ പ്രതിഷ്ഠ ചെയ്യൂല. അവരെന്തെങ്കിലും മരത്തിന്റെ അടിയിൽ ഇങ്ങനെ ധ്യാനമായി മെഡിറ്റേഷൻ ആയി ഇങ്ങനെ എന്നിട്ട് കുറെ
അവരുടെ ജപങ്ങളും അവരും പറയുന്ന പലതും പറയും അല്ലെ. പക്ഷെ എന്ത് ചെയ്താലും അവർക്ക് എത്തേണ്ടവരിലേക്ക് എത്തിപ്പെടാൻ കഴിയൂല. കാരണം എത്തേണ്ടവരിലേക്ക് എത്തിപ്പെടാൻ കഴിയണമെങ്കിൽ ഇടയിൽ ഹബീബായ റസൂലുള്ളാഹ് തങ്ങൾ വരണം. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. ഖുർആൻ വഇദാ സഅലക, ഓ നബിയെ നിങ്ങളോട് ചോദിച്ചാൽ, വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ നിങ്ങളോട് ചോദിച്ചാൽ, അന്നി എന്നെ കുറിച്ച് ചോദിച്ചാൽ. അപ്പൊ അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും ഹബീബായ തങ്ങളില്ലാതെ നമുക്ക് പറ്റൂല. തങ്ങള് ആ ഇടയിൽ ഒരു വസീലയില്ലാതെ നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയൂല എന്നതിന്റെ ഏറ്റവും വലിയ പാഠമാണ്. അള്ളാഹ് നേരിട്ട് അള്ളാഹു അതിനെ ഇറക്കിയതല്ല, അള്ളാഹു സമദ് ഇറക്കിയതല്ല. ആദ്യം ഓ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, എന്റെ കാര്യം എനിക്കാണ്, എന്നെ കുറിച്ച് അടിമകൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അക്കാര്യത്തിൽ ഇടപെട്ട് വേണ്ടതുപോലെയുള്ള വിവരണങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ ആളുകൾക്ക് ഈമാനോടൂ, ആളുകൾക്ക് എന്നെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയൂ എന്ന് സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ സൂറത്തിന്റെ ഹിക്മത്തിൽ പെട്ട പല ഹിക്മത്തുകളിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഏതാണ്ട് ഹബീബായ തങ്ങളാണ് നമ്മുടെ എല്ലാം, നമ്മുടെ ഗുരു. ഇതിനെ പഠിപ്പിച്ചത്, നിസ്കാരം പഠിപ്പിച്ചത്, അവൻ പഠിപ്പിച്ചത്, ഖുർആൻ നമുക്ക് ഏൽപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത് ഒക്കെയും ഹബീബാണ്. അല്ലാഹു തആല ആ ഹബീബ് മുഖേന ധാരാളമായി അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഈമാനും ഉറപ്പിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. യാ അല്ലാഹ്, നമ്മുടെ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. നമ്മുടെ ഓരോ കാര്യങ്ങളും, നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ആത്മാർത്ഥതയുള്ള, ഇഖ്ലാസുള്ള, ഭക്തിയുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ യാ അല്ലാഹ് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. നമ്മുടെ കൽബിൽ ഈമാനിന്റെ വെളിച്ചം നീ നൽകണേ അല്ലാഹ്. ഈമാനിന്റെ പ്രഭ നീ നൽകണേ അല്ലാഹുവേ. എത്രയോ ആളുകൾ യാ അല്ലാഹ് ഞങ്ങളുമായി, ഈ സദസ്സിലുള്ളവരുമായി പല മുറാദുകൾ പറഞ്ഞു ദുആ വസിയ്യത്ത് ചെയ്തവരാണ് യാ അല്ലാഹ്. ആര് എവിടെ വെച്ച് ദുആ ചെയ്താലും ആ ദുആക്ക് ഇജാബത്ത് തരേണ്ടത് നീയാണല്ലോ റബ്ബേ. പടച്ചവനെ, നമ്മുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, നമ്മുടെയും ദുആ വസിയ്യത്ത് ചെയ്തവരുടെയും ഹലാലായ സർവ്വ മുറാദുകൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്, പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ശാരീരികമായി തളർന്നു പോയ ആളുകൾ, മാനസികമായി ബേജാറായ ആളുകൾ, സാമ്പത്തികമായി തളർച്ച അനുഭവിക്കുന്ന ആളുകൾ, എല്ലാവർക്കും വേണ്ട മദതുകൾ നീ ചെയ്തു കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, ടെൻഷനുകൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തികമായ കടങ്ങളും മറ്റുള്ള ബാധ്യതകളും യാ അല്ലാഹ് വിചാരിക്കാത്ത വഴിയിലൂടെ അതിന് വേണ്ട സഹായങ്ങൾ അർഹതപ്പെട്ടവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഭാര്യമക്കളെ കുടുംബങ്ങളെ പോറ്റാൻ ഞങ്ങൾ ചെയ്യുന്ന ഈശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ മക്കൾ ചെയ്യുന്ന എല്ലാവിധ ജോലികൾ, കച്ചവടങ്ങൾ എല്ലാത്തിനും റബ്ബ് വിചാരിച്ചതിനേക്കാളും വലിയ ബറകത്ത് നീ നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ റബ്ബ്. അല്ലാഹുവേ, ചെറുതും വലുതുമായ സർവ്വവിധ അപകടങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. കാവല് നൽകണേ റബ്ബ്. അല്ലാഹുവേ, പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പടച്ചോനെ, മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പള്ളിക്കാട്ടിലാണല്ലോ റബ്ബേ. മറക്കാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളാണ് അവർ. അവര് നമ്മുടെ ഉമ്മമാരുണ്ട് പടച്ചോനെ, ഉമ്മമാരുണ്ട്, ഉസ്താദന്മാരുണ്ട്, ജ്യേഷ്ഠായന്മാരുണ്ട്, നമ്മുടെ ഭാര്യമാരിൽ, മക്കളിൽ, പേരമക്കളിൽ പലരും മരിച്ചുപോയവരാണല്ലോ. അവർക്കെല്ലാം നീ സ്വർഗം ഔദാര്യമായി നൽകണേ റബ്ബേ. ഞങ്ങൾ മരിച്ചുപോയാൽ ഞങ്ങൾക്കും നിന്റെ ഫദ്ല് കൊണ്ട് സ്വർഗീയ ലോകത്തെ ആസ്വദിക്കാനും ഒരുമിച്ച് കൂടാനും സന്തോഷിക്കാനും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. بحق سيدنا محمد صلى الله عليه وسلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه